നമസ്കാരം, എല്ലാവർക്കും കിറ്റി ഡൈജസ്റ്റിൻ്റെ ഡൽഹി ഡയറിയിലെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹുമയൂൺ ടോംബ് അഥവാ ഹുമയൂണിൻ്റെ ശവക്കല്ലറ അത് സ്ഥിതി ചെയ്യുന്ന ആ നിർമ്മിതിയും പ്രദേശങ്ങളും കാണാനായിട്ട് നമ്മൾ പോകുന്നത്. ഹുമയൂൺ ടോംബ് എന്ന് പറയുമ്പോൾ ഹുമയൂണിൻ്റെ മാത്രമല്ല കേട്ടോ, അവരുടെ ഫാമിലിയിലെ ഒരുപാട് പേരുടെ ശവക്കല്ലറ ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ചിത്രപ്പണികളൊക്കെ വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നീല നിറത്തിലുള്ള ടൈലുകളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാം. പൊതുവേ നമ്മൾ ഇതുവരെ കണ്ട നിർമ്മിതികളിൽ നീല നിറത്തിലുള്ള ടൈലുകൾ വളരെ കുറവായിരുന്നു. ഇന്ത്യൻ വാസ്തു നിർമ്മാണ ശൈലികളും അതോടൊപ്പം തന്നെ പേർഷ്യൻ വാസ്തു നിർമ്മാണ ശൈലികളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതികളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. പേർഷ്യൻ നിർമ്മാണ ശൈലികളിലെ നിറങ്ങളുടെ സാന്നിധ്യവും ടൈലുകളുടെ സൂക്ഷ്മമായ കാർവ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളും എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല. മുഗൾ ചക്രവർത്തിമാർക്ക് കലയോടും കലാകാരന്മാരോടുമുള്ള താല്പര്യം നമ്മൾക്ക് ഓരോ നിർമ്മിതിയിലും നമ്മൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ കവാടങ്ങളിലെല്ലാം ഇന്ത്യൻ സമ്പ്രദായത്തിലുള്ള ശില്പങ്ങളാണ് ഇവിടെ ചെയ്തു വച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഭിത്തികളെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നത് കാണാം. ഒരുപാട് യുദ്ധങ്ങളും ആക്രമണങ്ങളും എല്ലാം നേരിട്ടിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. റോട്ടിലെത്തിയപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ കാര്യമായിട്ട് നോക്കുന്ന നഗരക്കാഴ്ച എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറയും കൊണ്ട് ചെന്നത്. അത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഒരു നിർമ്മിതിയുടെ പുറകിലേക്ക് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് പോകുന്ന ഒരു കാഴ്ച, ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ആ കാഴ്ച കൊണ്ട് തൃപ്തിപ്പെടാൻ ഞങ്ങൾ തയ്യാറായില്ല. രാത്രിയിൽ വീണ്ടും തിരിച്ചു വന്ന് ഒരുപാട് ലൈറ്റുകളുടെ പശ്ചാത്തലത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ സൗന്ദര്യം മുഴുവനും അതിന് ചുറ്റിനും വാഹനം ഓടിച്ച് കണ്ട് ആസ്വദിച്ചതിന് ശേഷമായിരുന്നു ഞങ്ങളുടെ മടക്കം. ഞങ്ങൾ ഇന്ന് കണ്ടതിൽ ഏറ്റവും അവസാനത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച ഇതുതന്നെയായിരുന്നു. ഡൽഹിയിലെ മനോഹരമായ അടുത്ത സുപ്രഭാതത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഗുഡ് നൈറ്റ്.